കേരളത്തിൽ നടന്ന വലിയൊരു ദുരന്തമായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ. വളരെയേറെ അതിജീവനം സാധ്യമാക്കിയ സ്ഥലത്ത് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും തന്നെ നിരവധി ആളുകളാണ് ധനസഹായവും മറ്റു സഹായവുമായി എത്തിയത്. അതിജീവനത്തിന്റെ നാളുകളിൽ നിരവധി ആളുകൾ വയനാടിന് വേണ്ടി കൈകോർക്കുമ്പോൾ നിരവധി സംഘടനകൾ പലവിധത്തിലുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ച് വയനാടിന് വേണ്ട ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ലോകോത്തര ചർച്ചകളിൽ പോലും വയനാട് ദുരന്തം ചർച്ചയാകുമ്പോൾ മാർപ്പാപ്പ പോലും വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. അതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ വയനാടിന് വേണ്ടി ചെയ്യുന്ന ഏത് പ്രവൃത്തിയാണെങ്കിലും നമ്മൾ അതിനെ അംഗീകരിച്ചേ സാധിക്കൂ. കാരണം വയനാടിന്റെ അതിജീവനം നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. വയനാടിന് വേണ്ടി ഇതുപോലുള്ള ഒരു പരിപാടി ചെയ്യുന്നതിൽ DYFI വലിയൊരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. എന്നാൽ പോലും വയനാട്ടിലെ ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് തന്നെയാവണം ഓരോ പ്രവൃത്തികളും ചെയ്യേണ്ടതെന്നും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്നാൽ പോലും വയനാടിന് എന്താണ് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. DYFIയുടെ പോർക്ക് ചലഞ്ചുമായി ബന്ധപ്പെട്ട ഉയർന്ന വിമർശനങ്ങൾക്ക് മുസ്ലിം ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും ഉന്നമിട്ട് ഇടത് MLA KT ജലീൽ. പോർക്ക് ചലഞ്ച് നടത്തി പണം സ്വരൂപിച്ച് ദുരിതബാധിതർക്ക് നൽകുന്നതിനെ എതിർക്കുന്ന ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും എന്തുകൊണ്ട് പലിശ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പണം ദുരിതബാധിതർക്ക് വേണ്ട എന്ന് പറയാത്തത് എന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിച്ചു. DYFI ഏതെങ്കിലും പ്രത്യേക മതവിശ്വാസത്തോട് ചേർന്നു നിൽക്കുന്ന സംഘടനയല്ല. അതിൽ പന്നിയിറച്ചി കഴിക്കുന്നവരും കഴിക്കാത്തവരും ഉണ്ട്. ബീഫ് കഴിക്കുന്നവരും കഴിക്കാത്തവരും ഉണ്ട്. പലിശ വാങ്ങുന്നവരും വാങ്ങാത്തവരുമുണ്ട്. ബീഫ് ചലഞ്ചും പോർക്ക് ചലഞ്ചും DYFIക്ക് ഒരുപോലെയാണ്. ബീഫ് കഴിക്കുന്നവരെ തല്ലിക്കൊല്ലണമെന്ന് പറയുന്നതും പന്നിയിറച്ചി കഴിക്കുന്നവരെ വെറുക്കണമെന്ന് പറയുന്നതും തമ്മിൽ എന്ത് വ്യത്യാസം? ഇടതുപക്ഷത്തിന് മതമില്ല, എല്ലാ മതക്കാരും അത് ഉൾക്കൊള്ളുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. പന്നിയിറച്ചി ചലഞ്ച് നടത്തി പണം സ്വരൂപിച്ച് ദുരിതബാധിതർക്ക് നൽകുന്നതിനെ എതിർത്ത് ചില പോസ്റ്റുകൾ ലീഗുകാരുടെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണാൻ ഇടയായി. പന്നി ഇസ്ലാം മതവിശ്വാസികൾക്ക് നിഷിദ്ധമാണ്, എന്നാൽ ക്രൈസ്തവ മതക്കാർക്ക് അത് ഇഷ്ടവിഭവമാണ്. ബീഫ് നിഷിദ്ധമാണെന്ന് കരുതുന്ന മതക്കാർ നാട്ടിലുണ്ട്, എന്നാൽ പോത്തിറച്ചി വിറ്റ് കിട്ടിയ പണം ദുരിതബാധിതർക്ക് കൊടുക്കരുതെന്ന് അവരാരും പറഞ്ഞതായി കേട്ടില്ല. പലിശ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ്, എന്നാൽ പലിശ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പണം ദുരിതബാധിതർക്ക് വേണ്ടെന്ന് പന്നിയിറച്ചി വിരോധികൾ പറയാത്തതെന്താണ്? പന്നിയിറച്ചി കഴിക്കുന്നതിനേക്കാൾ വലിയ പാപമല്ലേ പലിശ മുതൽ ഭക്ഷിക്കൽ? മദ്യം മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ്, ക്രൈസ്തവർക്കോ ഹൈന്ദവർക്കോ മതപരമായി മദ്യം നിഷേധ്യമല്ല. മദ്യപാനിക്ക് സ്വർഗം അപ്രാപ്യമാണെന്ന് മുസ്ലിങ്ങളെപ്പോലെ അവർ പറയുന്നുമില്ല. മദ്യമുതലാളിമാരുടെ സംഭാവന വേണ്ടെന്ന് പന്നിവിരുദ്ധർ ഉദ്ഘോഷിച്ചത് കണ്ടില്ല. നിയമം അനുവദിക്കുന്നതിനാൽ ധനസമാഹരണത്തിന് പോർക്ക് ചലഞ്ചും ബീഫ് ചലഞ്ചും DYFIക്കാർക്ക് നടത്താൻ ഭരണഘടനാപരമായ അവകാശമുണ്ട്. ലീഗും ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ പേരിൽ DYFIയെ തറയിടാൻ ശ്രമിക്കണ്ട. കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിൽ പോലും മതവും വർഗീയതയും കുത്തിക്കലർത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കുലുക്കി സർബത്തുണ്ടാക്കി വിൽക്കുന്ന ഏർപ്പാട് ഇനിയെങ്കിലും ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും അവസാനിപ്പിക്കണം. സമസ്ത നേതാവ് നാസർ ഫൈസി അടക്കം DYFIയുടെ പോർക്ക് ചലഞ്ചിനെതിരെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. വയനാട്ടിലെ ദുരിതത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമായി കരുതിയവരാണ്. അറിഞ്ഞുകൊണ്ട് DYFI കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ടുണ്ടാക്കി നൽകുകയാണ്. അനുവദനീയമായ ഭക്ഷ്യം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരിതത്തിൽ വലിയൊരു വിഭാഗത്തിന് നിഷിദ്ധ ഭക്ഷ്യത്തിന്റെ വരുമാനമുണ്ടാക്കി ദുരന്ത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ്, അധിക്ഷേപമാണ്, നിന്ദയുമാണ്. വയനാട്ടുകാരെ ഭക്ഷിപ്പിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിക്കുന്നതിനുള്ള മറുപടിയാവില്ല. നാസർ ഫൈസി ഫേസ്ബുക്കിൽ കുറിച്ചു.